ദിലീപൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ലാലേട്ടനെ ഒരുപാട് ദിലീപേട്ടൻ അനുകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ദിലീപേട്ടൻ ലാലേട്ടനുമായിട്ട് ഇപ്പം ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ് അതുപോലെ കുറേ പടങ്ങൾ ചെയ്തു. 2020 അപ്പം എല്ലാവരും മലയാളികളെല്ലാം വർണ്ണപ്പകിട്ട്. അപ്പം മലയാളികളെല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, മലയാളത്തിൽ സഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള കോംബോ നിങ്ങളാണ് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ലാലേട്ടനുമായിട്ട് റിയൽ ലൈഫിലുള്ളൊരു ആത്മബന്ധം ഈ ഒരു കോംബോയ്ക്ക് സഹായിക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യം അതാണോ? എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിമിക്രി എന്ന സമയത്ത്. അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ഒരു ചേച്ചിയുടെ മുമ്പിലാണ്. അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കൈയടി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ്, എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിലും ഞാൻ പെർഫോം ചെയ്യണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് വർണ്ണപ്പകിട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി. പിന്നെയാണ് ഈ പറയുന്ന പോലെ 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സ് എല്ലാത്തിലും അനിയൻ്റെ ക്യാരക്ടറായിരുന്നു. പിന്നെയാണ് ചൈന ടൗൺ. എനിക്ക് തോന്നുന്നു ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു 14 വർഷം കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനിൽ ഉണ്ടായേക്കാം. കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പം എൻ്റെ സീനിയേഴ്സാണ്, മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും. ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അസിസ്റ്റൻ്റായിട്ടൊക്കെ. അപ്പം അന്ന് മുതൽ നമുക്ക് എനിക്ക് ആരോടും ഒരു ഈഗമില്ലാത്ത ഒരാളാണ് ഞാൻ. പോയിട്ട് 2020 ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് നമുക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാമോ, ഞാൻ ഇപ്പുറത്തെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അതല്ല, ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാര്യം, എൻ്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറയുന്നത് അവർക്ക് 100% എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അവരുടെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ല. എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതിൽ ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്രയും, ആരാ സ്കോർ ചെയ്യണേ, അതൊന്നും ഞാൻ ചോദിക്കാറില്ല. ഇത്രയും സിനിമകളിൽ ഞാൻ അവരുടെ കൂടെ അഭിനയിച്ച ഈ 4 പേരുടെ കൂടെ അഭിനയിച്ച സിനിമയിൽ ഞാനൊന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുക ചെയ്യാറ്. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അവരുടെ വിശ്വാസമൊക്കെയാണ്. അപ്പം ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം ബബാബയിൽ ഒരുപാട് റെഫറൻസസ് വന്നു ദിലീപൻ്റെ ഒരുപാട് സിനിമകളിൽ. അപ്പം ദിലീപേട്ടനെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തൊരു റെഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സീൻ ഏതായിരിക്കും ബബാബയിൽ ഇപ്പം ചെയ്തതിൽ? അല്ല, അതേ പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ഇഷ്ടത്തിനാണ് ആ സംഭവങ്ങളെല്ലാം ചെയ്തത്. നമ്മൾ പുതിയത് ആഗ്രഹിക്കുന്നു. ഇവരെടുത്തതിലെന്ന് വെച്ചിട്ട് ഇപ്പം ചഞ്ചൽ എന്ന് പറഞ്ഞിട്ട് റിയാസ് ഭായി ഒരു വണ്ടിയായിട്ട് വരുന്നു. നിങ്ങളത് അതിൻ്റെ വേറെ വേർഷൻ വളരെ റൺവേയിൽ കണ്ടിട്ടുള്ളതാണ്. പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് പണി കൊടുക്കാൻ മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ. അപ്പോൾ അതങ്ങനെ തന്നെ വേണം. അതൊക്കെ ഭയങ്കര ഓളമാണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ അങ്ങനെ വിളയാടുന്ന ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടില്ല, ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 8-10 വർഷമായിട്ട് അല്ലേ. ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ, ഇപ്പം എന്താ പറയുക, ന്യൂ ജനറേഷൻ ഒരു മെച്യൂർഡ് ഇതിലേക്ക് വരില്ലേ, ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മളങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു കളികളായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് അതിപ്പോൾ എല്ലാവരും കുറേ കമൻസുകളും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവരുടെ മുമ്പിലെത്താൻ പറ്റി. അത് ശരിയാണ്. ഈ സിനിമയിലൂടെ യൂത്തിൻ്റെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ ചെറിയ മിനി സ്ക്രീനിൽ കണ്ട കാര്യങ്ങൾ അവർ ബിഗ് സ്ക്രീനിൽ വേറെ രീതിയിൽ കണ്ടു. അത് ധനജയുടെ കാൽക്കുലേഷൻ, അവരുടെ ചിന്ത, അത് വർക്കൗട്ടായി. നമുക്ക് ഈ സ്പൂഫ് ചെയ്യുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു, ഇത് ബാക്ക് ഫെയർ ചെയ്യോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. അതാണ് നമ്മൾ ഇതൊരു ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നങ്ങോട്ട് വിട്ടേക്കുന്നത്.